പിന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ജനങ്ങളിൽ നിന്നുള്ളൊരു ഇതുണ്ട്. ബോൾഡ് മോഡേൺ ഒക്കെ ആയിട്ടുള്ള ലേഡീസിനെ അങ്ങനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ അല്ലല്ലോ നമ്മുടെ. ഞാൻ അങ്ങനെ തന്നെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇലക്ഷൻ നിന്ന് ചുരിദാർ എടുത്ത് സാരി എടുത്തൊക്കെ നിൽക്കാൻ അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ജീവിതകാലത്തിൽ നിനക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായാൽ നീ 8 നിലയിൽ പൊട്ടും റിനി. പിന്നെ നിനക്ക് തന്നെ അറിയാം ഈ വേശ്യകളെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം നിനക്കറിയാം. അത് തന്നെ വലിയൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നല്ലതാ. കാരണം ജനം അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള തിരിച്ചറിവ് ബെസ്റ്റ് തിരിച്ചറിവാണ് റിനിയുടേത്. ജനം അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജനം എന്ത് ചെയ്യുമെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് വിട്ടേക്ക്. അപ്പോൾ ചില തിരിച്ചറിവുകൾ റിനി ആൻഡ് ജോർജിനുണ്ട്. റിനി തന്നെ പറയുന്നുണ്ട്, ഞാൻ ബോൾഡാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറയുന്നുണ്ട്, ഈ ബോൾഡ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം, ഞാൻ വേശ്യയാണ് എന്ന് പച്ച മലയാളത്തിൽ അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഞാൻ ബോൾഡാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വേശ്യയാണ് എന്നാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ബോൾഡാണ് എന്ന് സ്വയം ഒരു സ്ത്രീ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ബോൾഡാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങൾ ആ സ്ത്രീയെക്കുറിച്ച് പഠിച്ചോ, നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും റിനി ആൻഡ് ജോർജിന് ബോധ്യങ്ങളുണ്ട്. എന്നെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതിനെന്താ കാരണം? ഞാൻ ബോൾഡാണ്. ആ ബോൾഡ് ആയതുകൊണ്ട് എന്നെ ജനം അക്സെപ്റ്റ് ചെയ്യില്ല. എന്താണ് ബോൾഡ്? എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ വേശ്യയാണ് എന്നാണ്. അത് തന്നെയാ മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ബോൾഡാണ്, മലയാളത്തിൽ വേശ്യയാണ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, റിനി ആൻഡ് ജോർജ് പറഞ്ഞ കാര്യമാണ്. ഞാൻ ബോൾഡാണ്. റിനി ആൻഡ് ജോർജ് തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ്. ഞാൻ ബോൾഡാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വേശ്യയാണ് എന്ന്. അതാണ് കാരണം. എന്താണ്? ഹോട്ടൽ മുറികളിലേക്ക് പോയി ഓരോരുത്തരെ വിളിച്ചു വരുത്തുന്ന ആളുകൾ, ഹോട്ടൽ മുറികളിൽ പുരുഷന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, രാത്രികാലങ്ങളിൽ നട്ടപ്പാതിരാക്കളിൽ കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞ് പുരുഷന്മാരെ വിളിച്ചു വരുത്തുന്ന ആളുകൾ. മനസ്സിലായില്ലേ? ഇതാണ് ഈ ബോൾഡ്. വേറെന്താ ബോൾഡ് എന്ന് പറഞ്ഞാൽ? വേറെന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല. ഇതാണ് ബോൾഡ്, ഇതാണ് ബോൾഡ്നെസ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരക്കാരെ ജനം സ്വീകരിക്കില്ല എന്നുള്ളത് റിനി ആൻഡ് ജോർജിൻ്റെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് എന്താണെങ്കിലും നല്ലതാ. ജനം അല്ലെങ്കിലും സ്വീകരിക്കില്ല. ഇങ്ങനെ കുറേ ആളുകളെ പിടിച്ചു കൊണ്ടു നടക്കാൻ പലർക്കും പല അജണ്ടകളും ഉണ്ടാകും, അല്ലേ? അത്ര അജണ്ടകളേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താക്കും? ചില അങ്ങനെയുണ്ടല്ലോ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന അച്ഛനമ്മമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അച്ഛനമ്മമാരെ. ചില ആളുകൾ ഭാര്യയെ വിറ്റ് ജീവിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. മക്കളെ വിറ്റ് ജീവിക്കുന്ന അച്ഛനമ്മമാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെയുണ്ട്. അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണോ? ഒരിക്കലുമല്ല എന്നുള്ളതാണ്. എല്ലാ ഭാര്യമാരും അങ്ങനെയാണോ? ഒരിക്കലുമല്ല എന്നുള്ളതാണ്. ഇനി എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയാണോ? ഒരിക്കലുമല്ല എന്നുള്ളതാണ്. പക്ഷേ എല്ലാത്തിലും ചില ആളുകളുണ്ടാവും. ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വിരലിൽ എണ്ണാവുന്ന ആളുകളുണ്ടാവും. ഭാര്യമാരുടെ കൂട്ടത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട വിരലിൽ എണ്ണാവുന്ന ആളുകളുണ്ടാവും. അച്ഛനമ്മമാരുടെ കൂട്ടത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട വിരലിൽ എണ്ണാവുന്ന ആളുകളുണ്ടാകും. ഞാനിതിനൊന്നും ഉദാഹരണങ്ങൾ പറയുന്നില്ല. ഇതിനൊക്കെ ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ മാത്രം, കേരളത്തിന് പുറത്തും ഉണ്ട്, അല്ലേ? ഞാൻ പറയാം, ഇവൻ കേരളത്തിൽ പോലും ഈ കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലത്തെ ചില സംഭവ വികാസങ്ങൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ ഭാര്യയെ വിറ്റ് ജീവിക്കുന്ന ഭർത്താവ്, മക്കളെ വിറ്റ് ജീവിക്കുന്ന അച്ഛനമ്മമാർ, പിന്നെ സ്വയം ശരീരം വിറ്റ് ജീവിക്കുന്ന ചില ഭാര്യമാർ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഒരു സമൂഹം മൊത്തം ഇങ്ങനെയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത്തരക്കാരും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജനം അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ റിനി ആൻഡ് ജോർജിന് ബോധ്യമുണ്ട് എന്നെ ജനം അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. പക്ഷേ റിനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോഴും ജനം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും റിനി മനസ്സിലാക്കുക. സിമ്പിൾ ആസ് ഇറ്റ് ഈസ്.
മനസ്സിലായില്ലേ? അതാണ് രാഹുൽ മാങ്കൂട്ടവും റിനി ആൻ ജോർജും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. രാഹുലിനെ കൊണ്ട് തടന്ന് ഉപയോഗിക്കുകയായിരുന്നു ഇവരൊക്കെ. അത് റിനി ആൻ ജോർജ് ആണെങ്കിലും ശരി, ഷെഹനാസ് ആണെങ്കിലും ശരി, ഇനി പരാതി കൊടുത്ത ആളുകളാണെങ്കിലും ശരി, ഇനി ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, ഞങ്ങൾക്ക് ആരോപണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളുകളാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയകളിലൂടെ രാഹുലിനെ കോഴി എന്ന് വിളിച്ചവരാണെങ്കിലും ശരി, എല്ലാവരും രാഹുലിനെ വേണ്ട വിധം കൊണ്ട് നടന്ന് മാക്സിമം സ്ക്വീസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത ആളുകളാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം വിരോധാഭാസ. രാഹുൽ കോഴിയാണ്, പക്ഷെ രാഹുലിനെ കാണാൻ അങ്ങോട്ട് പോകും, രാഹുലിനെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും, രാഹുലിൻ്റെ കോഴിത്തരം കേൾക്കാൻ രാഹുലിനെ അങ്ങോട്ട് ചെന്ന് പോയി കാണുക, പാലക്കാട് പോയി കാണുക, നിലമ്പൂർ പോയി കാണുക, രാത്രി കാലങ്ങളിൽ രാഹുലിൻ്റെ കോഴിത്തരം കാണാൻ വേണ്ടിയിട്ട് സീക്രട്ട് ചാറ്റിലേക്ക് വിളിക്കുക. അപ്പോൾ സീക്രട്ട് ചാറ്റുകളിലേക്ക് വിളിച്ചതൊരു സ്ത്രീയാണ്, വിളിച്ചതൊരു പുരുഷനെയാണ്. സ്വാഭാവികമായിട്ടും ആരാണ് കോഴി, എന്താണ് സീക്രട്ട് ചാറ്റിൽ തുറന്ന് കാണിച്ചു കൊടുത്തത്? മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരക്കാരെ ആര് പറയുന്നത് രാഹുലിനെ കോഴിയാണ് എന്ന് പറയുന്നത്. പക്ഷേ ആ രാഹുൽ കോഴിയല്ലെന്ന് ജനം പറയുന്നു, പൊതുജനം പറയുന്നു. മനസ്സിലായില്ലേ? പിന്നെ ഇവർക്കൊക്കെ വലിയ ഇവരുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണക്കാരൻ പറയുന്ന കാര്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് നമുക്ക് കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഇത്തരം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ ജനം സ്വീകരിക്കില്ല എന്ന് പറയുന്ന ആളുകളുടെ അവർക്ക് വലിയ കവറേജ് ഉണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് വലിയ കവറേജ് ഉണ്ട്, അത്രേ ഉള്ളൂ. അത് നമ്മളില്ലെന്നൊന്നും പറയുന്നില്ല. അവർക്ക് വലിയ കവറേജ് ഉണ്ട്. ആ കവറേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പലതും ചെയ്യുന്നുണ്ട്. കവറേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് പാർട്ടുകൾ തുറന്ന് വെച്ച് കാണിച്ചു കൊടുക്കുക, ക്ലീവേജുകൾ തുറന്ന് വെച്ച് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ കാണിച്ചാൽ ആ കവറേജ് ഉള്ളൂ എന്നുള്ളത് ഇവർക്കറിയാം. അപ്പോൾ ഇതൊക്കെ കാണിച്ചും എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം വിറ്റ് നടക്കുക. ആ വിറ്റാൽ ആ ശരീരത്തെയാണ് വിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആ വ്യക്തിയുടെ വാക്കുകൾക്കോ ആ വ്യക്തിയുടെ നിലപാടുകൾക്കോ ഒന്നുമല്ല. അവിടെ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് മാർക്കറ്റ് ക്ലീവേജുകൾക്കാണ്, മാർക്കറ്റ് സ്വകാര്യ ഭാഗങ്ങൾക്കാണ്, മാർക്കറ്റ് അങ്ങനെ പലതിനുമാണ്. ഞാൻ എന്തിനാണ് എന്നൊന്നും പറയുന്നില്ല. ശരീരത്തിനാണ്, മാംസത്തിനാണ് മാർക്കറ്റ്. ആ മാംസം മാർക്കറ്റ് ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ മാംസങ്ങളാക്കി കണക്കാക്കി ആ ശരീരത്തെ മാംസങ്ങളാക്കി മാർക്കറ്റ് ചെയ്തുകൊണ്ട് നടക്കുക. അതിനപ്പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾക്ക് വല്ല മാർക്കറ്റും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലപ്പോൾ അച്ചട്ടാകും എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ വേശ്യയായതുകൊണ്ട് എന്നെ ജനം അക്സെപ്റ്റ് ചെയ്യില്ല, ആ തിരിച്ചറിവാണത്. അങ്ങനെ ചിലതൊക്കെ വായിൽ നിന്ന് വരും, ചിലത് എല്ലാം എന്നില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യൻ പറയുമ്പോഴും ചിലതൊക്കെ ചില കണ്ണിങ് ആയിട്ടുള്ള ക്ലിക്കിംഗ് ആയിട്ടുള്ള പോയിന്റുകൾ അതിലുണ്ടാവും, അല്ലേ? അത്തരത്തിൽ ഒന്നാണ് ഇപ്പം നിങ്ങൾ ഈ കേട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ റിനി ആൻ ജോർജിന് തന്നെ അറിയാം എന്ത്, നിങ്ങൾ കോഴിയാണ് എന്ന് പറയുന്ന ആളെ അക്സെപ്റ്റ് ചെയ്യാൻ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ അവൻ കോഴിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കേരളത്തിൽ ഒരു കുഞ്ഞു പോലും ഇല്ല എന്നുള്ളതാണ്. അത് നല്ലതാ, ആ തിരിച്ചറിവുകളൊക്കെ നല്ലതാ, പലപ്പോഴും നല്ലതാ. മനസ്സിലായില്ലേ? നിങ്ങൾ പോലും ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു എന്ന് വരെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ലക്ഷങ്ങൾ വരുന്നത് വരെ റിനി ആൻ ജോർജിന് രാഹുൽ മാങ്കൂട്ടം അക്സെപ്റ്റബിൾ ആയിരുന്നു. എം എ ഷെഹനാസിന് രാഹുൽ മാങ്കൂട്ടം അക്സെപ്റ്റബിൾ ആയിരുന്നു. പരാതി കൊടുത്ത ആളുകൾക്ക് രാഹുൽ മാങ്കൂട്ടം അക്സെപ്റ്റബിൾ ആയിരുന്നു. അല്ലേ? ആണെന്നേ, അല്ലെന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി വരെ ഇവർക്കൊക്കെ രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ എന്ന് മുതൽ രാഹുൽ മാങ്കൂട്ടം അക്സെപ്റ്റബിൾ അല്ലാതെയായി മാറി? എന്ന് മുതലാ? അത് വളരെ കൃത്യമായിട്ട് എന്നാണോ ലക്ഷങ്ങൾ കയ്യിൽ വെച്ച് തന്ന് അവൻ കോഴിയാണെന്ന് പറയണം, പൊതുമധ്യത്തിൽ വന്ന് പറയണം എന്ന് ആരോ പറഞ്ഞത്, ആ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടം അക്സെപ്റ്റബിൾ ആയിരുന്നു. പൈസ കയ്യിൽ കിട്ടിയ ആ നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടം പലതുമായി എന്നുള്ളതാണ്, അല്ലേ? ആണ്.
ഇതൊക്കെ പൈസ കിട്ടിയിട്ടില്ല, പൈസ വാങ്ങിയിട്ട്, പൈസ കിട്ടിയാൽ എന്തും ചെയ്യും, പൈസ കിട്ടിയാൽ ഹോട്ടൽ മുറിയിലേക്ക് വരും. ആ ആണ്. പിന്നെ പൈസ കിട്ടിയാൽ ആ ഹോട്ടൽ മുറിയിൽ കൂടെ കിടന്നവനെ ലൈംഗിക വൈകൃതമുള്ളവനാക്കും, ബലാത്സംഗ വീരനാക്കും, പീഡന വീരനാക്കും, കോഴിയാക്കും. ഒക്കെ ചെയ്യും. മനസ്സിലായില്ലേ? ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. അവനെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയെ കൊണ്ട് വരെ റെക്കമെൻഡ് ചെയ്യിപ്പിക്കും. അതും ചെയ്യും, എല്ലാം ചെയ്യും. ആദ്യം അവനെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയെ കൊണ്ട് ഒരു ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ അമ്മയെ ഒരു ഇൻ്റർമീഡിയറി ആക്കി കൊണ്ടുള്ള ഒരു ശ്രമം ആദ്യം നടത്തി. അവനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ, അവനെ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ, പിന്നീട് മറ്റൊരാൾ പണം കൊടുത്തപ്പോൾ അവൻ കൂടെ കിടന്നവൻ പീഡന വീരനായി, ബലാത്സംഗ വീരനായി, ലൈംഗിക വൈകൃതമുള്ളവനായി ഒക്കെ ആയി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ ജനം അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തിരിച്ചറിയുന്നുണ്ട് റിനി ആൻഡ് ജോർജ് എന്നുള്ളതാണ്.